പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ശക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. आज सुबह के समय परमेश्वर की आत्मा हमारे साथ सामर्थ्य से काम कर रही है। ഞാൻ വിചാരിക്കുകയായിരുന്നു ഇന്നത്തെ ആരാധന ദൈവാത്മാവ് അതിശക്തമായി നമ്മോട് ഇടപെട്ടു. मैं सोच रहा था कि परमेश्वर जो है आज के आराधना के द्वारा बहुत सामर्थ्य से परमेश्वर ने काम किया है। ആരാധനയുടെ ആരംഭം മുതൽ ഈ സമയം വരെയും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ ഇടയായി. आराधना की शुरुआत से लेकर अंत तक पवित्र आत्मा का जो है वो सानिध्य हमें प्राप्त होने मिला। അതിന് ചില കാരണങ്ങളുണ്ട്. उसके लिए कुछ कारण भी है। എന്നാൽ ഇന്ന് പകൽക്കാലം ആ അഭിഷേകത്തിന്റെ ശക്തിയോടുകൂടെ തന്നെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. लेकिन आज सुबह के समय उस अभिषेक के सामर्थ के साथ ही हम रहेंगे। കാരണം ഓരോ പാട്ടുകളും ഇന്ന് പകൽക്കാലം ശുശ്രൂഷയ്ക്ക് ഉതകുന്ന രീതിയിൽ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുകയാണ്. ये हर एक गीत जो है पवित्र आत्मा हमें अगुवाई कर रही थी। ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു വിഷയത്തെ കുറിച്ച് കൂടെയാണ് ഇന്നത്തെ ആ പാട്ടുകളിൽ കൂടെ കർത്താവിന്റെ ദാസൻ നമുക്കിന്ന് പകർന്നു തന്നത്. मैं सोच रहा था एक बात भी जो है उस गीत की तरफ परमेश्वर की आत्मा काम कर रही है। നിശ്ചയമായിട്ടും ഇന്ന് പകൽക്കാലം ആ പരിശുദ്ധാത്മാവിന്റെ അനുഭവം നമുക്ക് ഓരോരുത്തർക്കും വീണ്ടും ഉണ്ടാകട്ടെ. निश्चय पवित्र आत्मा जो परमेश्वर का है वो उसमें काम करेगी। ഇന്ന് പകൽക്കാലം നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ഒരു ദുഃഖകരമായ വാർത്ത കേൾക്കുവാൻ ഇടയായി. आज सुबह हम उठने समय एक दुख भरा हुआ हमें एक खबर मिला। നമ്മുടെ കൂടെ ആരാധിച്ചുകൊണ്ടിരുന്ന പാസ്റ്റർ പിന്റു ജോണിന്റെ പൈതൽ ഈ ലോകം വിട്ട് യാത്ര പറഞ്ഞു. हमारे साथ जो आराधना कर रहे थे पास्टर पिंटू जॉन के जो बच्चा है वो इस दुनिया वो गुजर गए। കഴിഞ്ഞ നാളുകളിൽ നമ്മൾ ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. पिछले दिनों में हम प्रार्थना कर रहे थे उस बच्चे के लिए। കുഞ്ഞിന്റെ ഹൃദയത്തിൽ ചില ഹോൾ ഉള്ളതുകൊണ്ട് അതിന്റെ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. वो उनके हृदय में जो है छेद होने की वजह से वो हम लोग उससे प्रार्थना कर रहे थे। എന്നാൽ ദൈവം തന്റെ പൈതലിനെ ദൈവം തന്റെ അടുക്കിലേക്ക് വിളിച്ചു. परंतु परमेश्वर अपने अच्छे को अपने पास बुला ആ കുടുംബത്തെ ഓർത്ത് ദൈവമക്കൾ ശക്തമായി പ്രാർത്ഥിക്കുക. उनके परिवार को याद करके आप सब प्रार्थना कीजिएगा। പ്രൈസ് ദി ലോർഡ്. കടന്നു എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. आयो सभी लोग को यीशु मसीह के नाम से प्रेम भरा हुआ सलाम। ഒരു ദിവസം കൂടെ കാണുവാൻ ദൈവം നമുക്ക് അവസരം ഒരുക്കിയതിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. और एक बार परमेश्वर ने हमें जो ये अवसर दिया है, इस परमेश्वर को धन्यवाद देता हूँ। കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ദൈവം നമ്മെ ഭദ്രമായി പരിപാലിച്ചു. पिछले दिनों में सब परमेश्वर ने हमें सही से संभाला है। നമുക്കറിയാം വളരെ സംഘർഷഭരിതമായ ദിവസങ്ങളിൽ കൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുക. पता है बहुत संघर्ष भरा हुआ जो है चीजों से हम गुजर के जा रहे हैं। എങ്കിലും ദൈവത്തിന്റെ കൃപ നമ്മോട് കൂടെയുണ്ട്. परंतु परमेश्वर का अनुग्रह जो हमारे साथ है। നമുക്ക് ആശ്വസിക്കുവാനും നമുക്ക് സന്തോഷിക്കുവാനും ആ ദൈവസന്നിധി മാത്രമേ ഉള്ളൂ. आश्वास करने के लिए और जो है खुश होने के लिए वो एक काम है, वो एक बात है। നമ്മുടെ ജീവിതത്തിലെ പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും ഒത്തിരി കടന്നു വരും. हमारे जीवन में जो है प्रतिकूल प्रश्न बहुत आएंगे। പലപ്പോഴും നമ്മൾ ചിന്തിക്കും എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം കടന്നു വരുന്നത്, ഈ പ്രതികൂലം എന്തുകൊണ്ടെന്ന് നമ്മൾ ചിന്തിച്ചെന്ന് വരാം. कई बार हम सोचेंगे कि ये प्रश्न क्यों आ रहा है, प्रतिकूल क्यों आ रहा है करके। എന്നാൽ ഇന്ന് പകൽക്കാലം നമ്മൾ പാട്ടിൽ കൂടെ കേട്ടതുപോലെ സ്വന്തം സഹോദരങ്ങൾ തന്നെ ശത്രുക്കളാകുമ്പോഴും കൂടെ നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. क्योंकि ऐसे हमने गाने में भी सुना कि जो है खुद के जो भाई भी अगर शत्रु हो जाते हैं लेकिन परमेश्वर हमारे साथ है। നമുക്ക് ഇന്ന് പകൽക്കാലം ഒരു വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. हम इस सुबह के समय वचन के हमारे ध्यान लगाते हैं। സങ്കീർത്തനങ്ങളുടെ പുസ്തകം 143 അധ്യായത്തിന്റെ 10 വാക്യം. भजन संगीता 143 उसका हम 10वां आयत पढ़ते हैं। 143 സങ്കീർത്തനം അതിന്റെ 10 വാക്യം നമുക്ക് വായിക്കാം. 143 का 10वां आयत हम पढ़ते हैं। ദൈവവചനം ഇങ്ങനെ വായിക്കുന്നു. वचन ऐसा कहता है, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ, നീ എന്റെ ദൈവമാകുന്നുവല്ലോ. നീ എന്റെ ദൈവമാകുന്നുവല്ലോ, നിന്റെ നല്ല ആത്മാവ് നേർനിലത്തിൽ എന്നെ നടത്തുമാറാകട്ടെ. मुझको यह सिखा कि मैं तेरी इच्छा क्यों कर पूरी करूं, क्योंकि मेरा परमेश्वर तू ही है। तेरा भला आत्मा मुझको धर्म के मार्गों में ले चले। കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവാത്മാവ് എന്നോട് ശക്തമായി ഇടപെട്ട ഒരു വേദഭാഗം. पिछले दिनों परमेश्वर की आत्मा जो एकदम सामर्थ्यपूर्वक मेरे साथ काम कर ये वचन है। ഞാൻ ഈ വാക്യം നമ്മുടെ വൈകിട്ടുള്ള 4 മണിക്കുള്ള മലയാളം മീറ്റിംഗിൽ ഒരിക്കൽ സംസാരിക്കാൻ ഇടയായി. मैंने ये वचन के द्वारा जो है हमारा शाम का मीटिंग में मैंने बात किया था। പക്ഷേ ദൈവാത്മാവ് എന്നെ ആ വചനത്തിന്റെ വേറൊരു ഭാഗം എന്നെ കാണിക്കാൻ ഇടയായി. परंतु परमेश्वर की आत्मा ने मुझे इस वचन का दूसरा एक भाग दिखाने की कोशिश की है। നമുക്കെല്ലാം അറിയാമെന്നുള്ളതാണ് ദാവീദ്. हम सब दावीद को जानते हैं।
ദാവീദിന്റെ അനുഭവം നമുക്കറിയാം, ദാവീദിന്റെ ചരിത്രം അറിയാം, ദാവീദിനെ കുറിച്ച് നമുക്കറിയാം. हम दाऊद का अनुभव जानते हैं, सही से जानते हैं, उनके बारे में हम जानते हैं। ദാവീദിനെ കുറിച്ച് നമ്മൾ ഒത്തിരി പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. दाऊद के बारे में बहुत सारे हमने वचन सुना है। എന്നാൽ ദാവീദിനെ കുറിച്ച് എനിക്ക് കുറച്ചുകൂടെ ആഴമായി ചിന്തിക്കുവാൻ ദൈവം എന്നെ പ്രേരിപ്പിച്ചു. दाऊद के बारे में थोड़ा और जो है गहराई से सोचने के परमेश्वर ने सहायता किया। അത് चिന്തിച്ചപ്പോൾ എനിക്ക് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവിതവുമായി വളരെ ബന്ധമുള്ളതായിട്ട് കാണുവാനിടയായി. ऐसे सोचने के समय प्रभु यीशु मसीह के जिंदगी के साथ थोड़ा जो है सामान्य बातें मुझे दिखा। നമ്മളെല്ലാം പറയും ദാവീദിന് ഒത്തിരി ശത്രുക്കൾ ഉണ്ടായിരുന്നു. हम सब कहते हैं दाऊद को ढेर सारे शत्रु थे। നമ്മൾ പറയും ദാവീദ് ഇങ്ങനെ ഒരിക്കൽ പറഞ്ഞു, എന്റെ അപ്പനും അമ്മയും എന്നെ കൈവിട്ടു. दाऊद ने एक बार ऐसा कहा कि मेरे माता और पिता मुझे छोड़ दिए। നമ്മൾ നോക്കുമ്പോൾ ദാവീദിന്റെ അപ്പനും അമ്മയും ദാവീദിനെ കൈവിട്ടു. हम देखने के समय दाऊद के माता पिता ने दाऊद को छोड़ दिया। ദാവീദിന്റെ സഹോദരങ്ങൾ ദാവീദിന്റെ ശത്രുക്കളായി. दाऊद के जो भाई हैं उनके शत्रु हो गए। ദാവീദിന്റെ മകൻ ദാവീദിന്റെ ശത്രുവായി. दाऊद का बेटा दाऊद का शत्रु हुआ। എന്നാൽ ഒരു കാര്യം കൂടെ ചിന്തിച്ചാൽ ദാവീദിന്റെ ഭാര്യ പോലും ദാവീദിന്റെ ശത്രുവായി. और एक बार देखिए तो दाऊद का जो है पत्नी तक जो है उसके विरोध हो गया। അവന്റെ ദാവീദിനെ കൊല്ലുവാൻ ദാവീദിന്റെ അമ്മായിയപ്പനായ ശൗൽ ശ്രമിച്ചപ്പോൾ जब दाऊद को मारने के लिए दाऊद का जो है ससुराल भी जो है उसके विरोध होने के समय ആമേൻ ഈ ദാവീദിന്റെ ഭാര്യയായ മീകാൾ രക്ഷപ്പെടുത്തിയതാ. तब दाऊद की पत्नी ने उसे बचाया है। എന്നാൽ ആ ഭാര്യ പോലും ദാവീദിന്റെ ശത്രുവായി. लेकिन वो पत्नी तक जो है उसके विरोध हो गया। ദാവീദ് ഒറ്റയ്ക്കായി തീർന്നു. दाऊद अकेला हो गया। ആമേൻ. എന്നാൽ ദാവീദ് ഒറ്റയ്ക്കായിരിക്കുമ്പോഴും ദാവീദിന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ കഴിയുമായിരുന്നു. लेकिन दाऊद अकेला होने के समय भी वो परमेश्वर के चरणों में प्रार्थना करने के लिए हुआ। അവന്റെ ദാവീദിന്റെ സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ दाऊद का जब हम भजन संगीता पढ़ने के समय ശത്രുക്കളെ നിഗ്രഹിക്കണമെന്ന് അവൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. वो चाहे बोल रहे कि शत्रु को नाश करने के बारे में, പക്ഷേ അവന്റെ ശത്രു ആമേൻ അവൻ ഒരിക്കലും തന്റെ സഹോദരങ്ങളോ തന്റെ പ്രിയപ്പെട്ടവരോ ശത്രുക്കളായി കണ്ടിട്ടില്ല. लेकिन वो कभी भी अपने जो है प्रिय लोगों को शत्रु करके देखा नहीं है। ആമേൻ. നമ്മൾ പലപ്പോഴും മനുഷ്യരെ നമ്മുടെ ശത്രുക്കളായി കാണാറുണ്ട്. हम कई बार जो है मनुष्य को अपने शत्रु करके देखते हैं। എന്നാൽ ദാവീദ് ഒരു പ്രാവശ്യം പോലും മനുഷ്യരെ ശത്രുക്കളായി കണ്ടിട്ടില്ല. लेकिन दाऊद कभी भी जो है मनुष्य को अपने शत्रु के समान देखा नहीं। അതാണ് ദാവീദിന്റെ നല്ലൊരു ക്വാളിറ്റി. वो है दाऊद का एक अच्छा स्वभाव। കാരണം ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നതും അതാണ്. क्योंकि परमेश्वर का वचन भी हमें यही सिखाते हैं। ഒരു മനുഷ്യരല്ല നമ്മുടെ ശത്രു, कोई मनुष्य नहीं है അവരിൽ हमारे കൂടെ പ്രവർത്തിക്കുന്ന പൈശാചിക ശക്തിയാണ് നമ്മുടെ ശത്രു. द्वारा काम करने वाला जो है शैतानी शक्ति है हमारा विरोधी। അപ്പോ നമ്മുടെ വിരോധമായി ഒരാൾ കടന്നു വരുന്നെങ്കിൽ ആ വ്യക്തിയല്ല നമുക്ക് വിരോധമായി കടന്നു വരുന്നത്. हमारे विरोध कोई अगर आता है तो इसका मतलब वो व्यक्ति नहीं है जो हमारे विरोध आ रहा ആ है। വ്യക്തിയിൽ കൂടെ പ്രവർത്തിക്കുന്ന ഒരു ആത്മാവുണ്ട്. उस व्यक्ति के द्वारा काम करने वाला एक आत्मा है। ആ ആത്മാവാണ് നമുക്ക് ശത്രുക്കളായിട്ടുള്ളത്. आत्मा है हमारे विरोध है। അപ്പോൾ ദാവീദിന് മനുഷ്യരാരും ശത്രുക്കളായി तो തീർന്നില്ല. इसीलिए दाऊद को कोई मनुष्य नहीं है जो उनके शत्रु बने हैं। അതിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഉദാഹരണമാണ് ഈ സങ്കീർത്തനം. उसके लिए ही जो है सबसे बड़ा उदाहरण है ये भजन संगीता। ഈ സങ്കീർത്തനത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് ഒന്ന് കടന്നുപോയാൽ നമുക്കറിയാൻ കഴിയും. अगर हम इस भजन संगीता के थोड़ा पीछे जाते हैं तो हम देख सकते हैं ദാവീദ് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയ്ക്കുള്ള കാരണം നമുക്കറിയാൻ കഴിയും. दाऊद जो प्रार्थना करते हैं प्रार्थना का कारण हमें दिख सकता है। കാരണം അതിന്റെ 1-ാം വാക്യത്തിൽ തന്നെ ദാവീദ് ഇങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്. क्योंकि उसका पहला आयत में दाऊद ऐसा प्रार्थना करते हैं, യഹോവേ എന്റെ പ്രാർത്ഥന കേട്ട് എന്റെ യാചനകൾക്ക് ചെവി തരയണമേ, നിന്റെ വിശ്വസ്തതയാലും നീതിയാലും എനിക്ക് ഉത്തരമരുളയണമേ. हे यहोवा मेरी प्रार्थना सुन, मेरे गिड़गिड़ाने की ओर कान लगा, तू जो सच्चा और धर्मी है सो मेरी सुन ले। അപ്പോ ദാവീദ് ഇവിടെ പറയുന്നത് എന്റെ പ്രാർത്ഥന കേട്ട് എന്റെ യാചനകൾക്ക് ചെവി തരണം. दाऊद कहता है कि मेरी प्रार्थना सुन के मेरे गिड़गिड़ाने की ओर कान लगा, മാത്രമല്ല ദൈവത്തിന്റെ വിശ്വസ്തതയാലും നീതിയാലും ഉത്തരമരുളണം. और परमेश्वर के सच्चे धर्मी से जो है उनकी बात को जवाब देने के लिए। അതുപോലെ തന്നെ ഇവിടെ 10-ാം വാക്യത്തിലും പ്രാർത്ഥിക്കുന്നത് वैसे 10वां आयत में भी प्रार्थना करते हैं, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ. आपका जो इच्छा पूरा होने के लिए। നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാറുണ്ട്, ദൈവത്തിന്റെ ഇഷ്ടം എന്റെ ജീവിതത്തിൽ നടക്കണം. हम सब प्रार्थना करते परमेश्वर की इच्छा पूरा होने के लिए। എന്നാൽ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട് ദൈവത്തിന്റെ ഹിതം മാത്രം എന്റെ ജീവിതത്തിൽ നടക്കണം? लेकिन कितने लोग चाहते हैं कि सिर्फ परमेश्वर की इच्छा ही मेरे जीवन में पूरा हो। നമ്മൾ ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി പ്രാർത്ഥിക്കും.
हम परमेश्वर की इच्छा के लिए प्रार्थना करते हैं, നമ്മുടെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് എന്റെ ഇഷ്ടം നടക്കണം. लेकिन मन से हम क्या सोचते हैं कि मेरी इच्छा पूरी होनी चाहिए, കാരണം ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ നടക്കുമ്പോൾ क्योंकि परमेश्वर की इच्छा हमारी जिंदगी में होने की നമുക്കത് പലതും ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. कई बातें हम उसको अपना नहीं सकते हैं, അപ്പോഴാണ് നാം ദൈവത്തോട് ചോദ്യം ചോദിക്കുന്നത്. तभी हम परमेश्वर से सवाल करते हैं. ഞാൻ ദൈവത്തോട് ഒത്തിരി ചോദ്യങ്ങൾ ചോദിച്ചു. हम भी बहुत परमेश्वर से सवाल किया है, ചില വിഷയങ്ങൾക്ക് വേണ്ടി ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. कई सारे बातों के रोया है, പക്ഷെ ദൈവം എന്നോട് പറഞ്ഞു, എന്തിനാ നീ കരയുന്നത്? परंतु परमेश्वर हमसे कहा कि तुम क्यों रो रहे हो? ഞാൻ അനുവദിക്കാതെ ഒരു വിഷയം നിന്റെ ജീവിതത്തിൽ നടക്കില്ല, പിന്നെ നീ എന്തിനാ കരയും? मैं जो है अनुमति देने बिना तुम्हारी जिंदगी में कुछ होगा नहीं, तो तुम क्यों रोना? ഞാൻ പറയാതെ നിന്റെ ജീവിതത്തിൽ ഒന്നും നടക്കത്തില്ല, പിന്നെ നീ എന്തിനായിരുന്നു കരയുന്നത്? मैं बोले बिना तुम्हारी जिंदगी में कुछ होगा नहीं, तो तुम क्यों रो रहे हो? ഞാൻ കഴിഞ്ഞ നാളുകൾ ഒരിക്കൽ ഇങ്ങനെ ചിന്തിച്ചു. पिछले दिनों में ऐसे सोच रहा था. പ്രൈസ് ദി ലോർഡ്. പണ്ട് ഒരു വ്യക്തി ഉണ്ടായിരുന്നു, ചാർലി ചാപ്ലിൻ എന്ന് പറഞ്ഞു. एक व्यक्ति था पहले, चार्ली चैपलिन करके. അദ്ദേഹം ഇങ്ങനെ പറയാറുണ്ട്, എനിക്ക് മഴയാണ് ഒത്തിരി ഇഷ്ടം. वो हमेशा से कहते कि उनको बारिश बहुत पसंद, മഴയത്ത് നനഞ്ഞുകൊണ്ട് നടക്കുന്നത് ഒത്തിരി ഇഷ്ടമെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. बारिश में जो है भीगना पसंद है करके वो बोलते. അതിന്റെ കാരണം അദ്ദേഹം പറഞ്ഞത്, മഴയത്ത് കരഞ്ഞു കഴിഞ്ഞാൽ ആരും കാണത്തില്ല. उन्होंने उसका कारण ये बोला कि अगर तुम बारिश में भीगते हो तो बारिश में कोई तुम्हें देख नहीं सकता, तुम रोते हो. അനേകരെ ചിരിപ്പിക്കുമ്പോഴും സന്തോഷിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ഉള്ളിൽ അദ്ദേഹം കരയുന്നുണ്ട്. बहुत लोग को जो है वो हंसाते हैं, लेकिन फिर भी अपने अंदर ही वो रो रहे हैं. പക്ഷെ അദ്ദേഹത്തിന്റെ കരച്ചിൽ ആരും കാണരുതെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. परंतु उनका रोना कोई नहीं देखना करके वो चाहते हैं. കാരണം എന്താണെന്നറിയാമോ? कारण क्या पता है? ആ മനുഷ്യൻ കരഞ്ഞാലും മറ്റുള്ളവർ കണ്ട് ചിരിക്കത്തേ ഉള്ളൂ. क्योंकि वो व्यक्ति अगर रोएगा तो बाकी लोग उसको देख के हंसेंगे. അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ വേദന മനസ്സിലാക്കത്തില്ല, അതും തമാശയായി കണ്ട് ചിരിക്കുകയുള്ളൂ. वो अपने जो हृदय का दुख जो है वो कोई देखे नहीं, वो इसीलिए वो हंसते रहते हैं. ഞാനും ഇങ്ങനെ ചിന്തിച്ചാറുണ്ട്, ആരും കാണാതെ കരയുക. इसलिए मैं भी सोचता हूँ कि कोई देखे बिना रोना, ആ മഴയത്തോ ഷവറിന്റെ താഴെയോ നിന്ന് കരയുക. बारिश के नीचे शावर के नीचे रोना, അപ്പൊ ആരും കാണത്തില്ലല്ലോ. तो कोई देखेगा പക്ഷെ नहीं. ദൈവാത്മാവ് പറയുന്നത്, लेकिन परमेश्वर की आत्मा कहता है നീ കരയേണ്ട കാര്യമില്ല. तो रोने की जरूरत नहीं है. ഞാൻ ദാവീദിനെ ഒന്ന് പരിശോധിച്ചു. हमें दावीद को जो है देखा. ദാവീദിന്റെ ജീവിതം ഒന്ന് പരിശോധിച്ചാൽ ദാവീദ് മൊത്തം കരഞ്ഞുകൊണ്ട് നടക്കേണ്ട വ്യക്തിയാണ്. दावीद का जिंदगी का देखेंगे तो दावीद पूरा जिंदगी रोने का जैसा आदमी है. അവൻ ദിവസം മുഴുവനും എല്ലാ ദിവസവും കരഞ്ഞുകൊണ്ട് നടക്കേണ്ട അനുഭവങ്ങൾ അവന്റെ ജീവിതത്തിലുണ്ട്. वो हर दिन रोने का जैसा अवस्था है उनके जीवन में हुआ है. പക്ഷേ ദാവീദ് കരഞ്ഞുകൊണ്ട് നടക്കത്തില്ല. ആ സമയത്ത് അവൻ ദൈവത്തെ പാടി സ്തുതിക്കും. परंतु दावीद जो रोते नहीं रहता है, उसमें उस अवस्था में भी वो जो है परमेश्वर को धन्यवाद देता है. നമ്മൾ പാടാറുണ്ട്, സന്തോഷ വേളയിലും സന്താപ വേളയിലും കർത്താവിനെ സ്തുതിക്കണം. हम गीत तो गाते हैं कि जो है चाहे खुश हो या सुख हो या दुख हो, हम परमेश्वर की आराधना करते हैं. പ്രൈസ് ദി ലോർഡ്. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും എന്നൊക്കെ പാടാറുണ്ട്. कष्ट आ जाए या कुछ नष्ट हो जाए, फिर भी हमें गीत जो है खुश रहने करके हम गीत गाते हैं. പക്ഷെ നമ്മുടെ അനുഭവത്തിൽ ആ വിഷയത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ അവസ്ഥ, നമ്മുടെ സ്വഭാവം എന്തായി മാറും? परंतु जब हम असल में उस अनुभव से गुजरते हैं तो हमारा स्वभाव क्या होता है? ആ സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ അവസ്ഥ എന്താണ്? हम उसमें से गुजर के जाने से हमारा अवस्था क्या होता है? എന്നാൽ ദൈവവചനം പറയുന്നു, ആമേൻ, നീ കരയേണ്ട. भविष्य का वचन कहता है तुम रोना नहीं. ഇത് മനസ്സിലാക്കിയ ദാവീദ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. वो जो समझने वाला जो दावीद है वो प्रार्थना कर रहा है. നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണം. जो तुम्हारी इच्छा पूरा करने के लिए मुझे अब सिखाओ. പ്രിയമുള്ളവർ, ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഏറ്റവും നല്ലൊരു പ്രാർത്ഥനയാണ്. तो प्रिय लोगों, इस समय हमें प्रार्थना करने का सबसे जरूरी एक प्रार्थना है. ഞാൻ എന്റെ ഇഷ്ടം ചെയ്യുവാൻ ആഗ്രഹിക്കുമ്പോൾ, मेरी इच्छा पूरा करने की कोशिश करने के समय, ആമേൻ, ഞാൻ ആഗ്രഹിക്കുന്നത് മാത്രം നടക്കണമെന്ന് ചിന്തിക്കുമ്പോൾ, मैं जो सोच रहा वही होना चाहिए करके सोचने के समय, ദാവീദ് നമ്മോട് പറയുന്നു, ദൈവത്തിന്റെ ഇഷ്ടത്തിനായി പ്രാർത്ഥിക്കുക. दावीद कहता है कि परमेश्वर की इच्छा के लिए प्रार्थना करो. कारण നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്നതും ദൈവത്തിന്റെ ഹിതത്തിനായി പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്നതും നമ്മൾ മനസ്സിലാക്കുക. क्योंकि हमारे इच्छा के लिए हम प्रार्थना करने के समय और परमेश्वर की इच्छा के लिए प्रार्थना करने से हमें उसका फर्क समझना है. കാരണം ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ कि जब परमेश्वर की इच्छा के लिए प्रार्थना करने के നമ്മൾ समय കടന്നു പോകുന്ന എല്ലാ സാഹചര്യങ്ങളിലും നമ്മെ കരുതുവാൻ ദൈവം ഉണ്ടായിരിക്കും. हम जो जा रहे हैं हर स्थिति में परमेश्वर हमारी सहायता करने के लिए सहायता कर सकते हैं. കാരണം ഇവിടെ പറയുന്നത്, നീ എന്റെ ദൈവമാണ്. क्योंकि यहाँ पे कहते हैं कि तू मेरा परमेश्वर है. മാത്രമല്ല, ദൈവത്തിന്റെ നല്ല ആത്മാവാണ് നമുക്ക് പകർന്നു തന്നിരിക്കുന്നത്. और यही नहीं कि जो है परमेश्वर का जो भला है वो परमेश्वर में अगुवाई कर. വചനം പറയുന്നത്, वचन कहता है ആമേൻ, നാം പ്രാപിച്ചിരിക്കുന്ന ആത്മാവ് हम जो प्राप्त किया आत्मा അത് ഭീരുത്വത്തിൻ്റെതല്ല.
वो जो है डरने का नहीं। 2 തിമോത്തിയോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം വായിക്കുമ്പോൾ जब भी हम दूसरे तिमोथी का किताब उसका 2 का 7 पढ़ने के समय 1:7 1 का 7 पढ़ने के समय അവിടെ പറയുന്നത് ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. ये वहाँ कहा गया है कि परमेश्वर ने हमें भय की नहीं पर सामर्थ्य और प्रेम और संयम की आत्मा दी है। അപ്പോ ആ ആത്മാവ് നമ്മെ നേരെയായി നടത്തും. तो वो जो आत्मा है हमें चलाता है। ആ ആത്മാവ് നമ്മെ നടത്തണമെങ്കിൽ ആ ആത്മാവിന്റെ ഹിതത്തിനായി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കണം. तो वो आत्मा हमको चलाना है तो हमें उनकी इच्छा की और जो है इच्छा के अनुसार करना है। ആത്മാവിന്റെ ഹിതത്തിനായി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ अगर उस आत्मा की इच्छा के अनुसार अगर हम अपने आप को देते हैं तो നമുക്ക് ഇഷ്ടമില്ലാതെ ചിലതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നടന്നു വരും. हमें नहीं पसंद बहुत सारी बातें हमारी जिंदगी में हो सकता है, കാരണം നമ്മളത് ആഗ്രഹിക്കുന്നില്ല. क्योंकि हम वो सोच हम इच्छा नहीं कर रहे हैं। പക്ഷെ ദൈവം അതിൽ കൂടെ നമ്മെ കടത്തി വിടുന്നത് परंतु परमेश्वर हमें वहां से गुजारते हैं നമ്മെ അനേക കാര്യങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി. ताकि हम बहुत सारी बातों को सीख सके। നമ്മൾ അത് പഠിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. वो सीखना है करके परमेश्वर चाहते हैं കാരണം നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ कि हमारी जिंदगी आगे जाने के समय പലവിധമാകുന്ന പ്രതിസന്ധികൾ കടന്നു വരും. कई सारी मुश्किलें आ सकते हैं। അത് തരണം ചെയ്യണമെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. उसको पार होना है तो हमें उसके बारे में समझना चाहिए। അപ്പൊ നമ്മൾ കടന്നു പോകുന്ന ഏതൊരു तो സാഹചര്യത്തിലും हम गुजर के जाते हैं हर एक हम जो है जो स्थिति में से ദൈവത്തിന്റെ ആത്മാവ് നമ്മെ നടത്തണം. परमेश्वर की आत्मा हमें चलाना है। നെഹമ്യാവ് ഇങ്ങനെ പറയുന്നുണ്ട്. नेहम्याह ऐसा कहता है 9-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം വായിക്കുമ്പോൾ उसका 9 का 20 पढ़ने के समय അവരെ ഉപദേശിക്കേണ്ടതിന് നീ നിന്റെ നല്ല ആത്മാവിനെ കൊടുത്തു, അവരുടെ കൊറ്റിന് മുട്ടുവരാതെ നിന്റെ മന്നയെയും അവരുടെ ദാഹത്തിന് വെള്ളത്തെയും കൊടുത്തു. वचन ऐसा कहता है, वरन तूने उन्हें समझाने के लिए अपने आत्मा को जो भला है दिया और अपना मन्ना उन्हें खिलाना ना छोड़ा और उनकी प्यास बुझाने को पानी देता रहा। ദൈവം നൽകിയ ആ നല്ല ആത്മാവ് അവരെ ഉപദേശിച്ചു. परमेश्वर दिया हुआ एक अच्छा आत्मा जो उनको उपदेश दिया। ഇന്ന് നമ്മുടെ ജീവിതത്തിലെ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ आज हमारी जिंदगी में जो हमें नहीं पसंद काम क्या है करके ഉപദേശം പലപ്പോഴും നമുക്ക് ഇഷ്ടപ്പെടും. जो उपदेश जो है वो हमें नहीं पसंद आता है അതിന്റെ കാരണം നമ്മൾ തിരിച്ചു ചോദിക്കും. और उसका कारण ये कि हम वापस पूछते हैं। ഈ ഉപദേശിക്കുവാൻ എല്ലാവർക്കും കഴിയും. उपदेश देने के सबको पता है, പക്ഷെ ആ ഉപദേശം ഉൾക്കൊള്ളുവാൻ അതിനനുസരിച്ച് മുന്നേറുവാൻ എത്ര പേർ കഴിയുന്നു? लेकिन वो उपदेश को जो है प्राप्त करना और उसके अनुसार काम करने के लिए बहुत दिन करना होता है। അല്ലെങ്കിൽ എനിക്ക് തരുന്ന ഉപദേശത്തിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് എത്ര പേര് ചിന്തിക്കാറുണ്ട്? नहीं तो वो उपदेश हमें दिया है उसमें कुछ है क्या, वो सोचने के लिए भी लोगों को नहीं होता। ഇവിടെ ഉപദേശിച്ച് നടത്തുന്നത് ഒരു മനുഷ്യനല്ല, പരിശുദ്ധാത്മാവ്. यहाँ पे उपदेश देके चलाने वाला कोई मनुष्य नहीं है, परमेश्वर है। അത് മനസ്സിലാക്കിയ ദാവീദ് ഇങ്ങനെ പ്രാർത്ഥിച്ചു. वो समझने वाला दाऊद ने ऐसे प्रार्थना किया। 25-ാം സങ്കീർത്തനം जो है 25वां जो भजन संहिता 25 അതിന്റെ 4-5 വാക്യം വായിക്കുമ്പോൾ उसका 4 और 5 हम पढ़ने के समय യഹോവേ നിന്റെ വഴികളെ എന്നെ അറിയിക്കണമേ, वहाँ पे लिखा है यहोवा अपने मार्ग को मुझको दिखा, നിന്റെ പാതകളെ എനിക്ക് ഉപദേശിച്ചു തരണമേ, अपना पथ मुझे बता दे, നിന്റെ സത്യത്തിൽ എന്നെ നടത്തി अपने सत्य पर मुझे चला के എന്നെ പഠിപ്പിക്കണമേ. शिक्षा दे, നീ എന്റെ രക്ഷയുടെ ദൈവമാകുന്നുവല്ലോ. कि तू मेरा उद्धार करने वाला परमेश्वर है। ദിവസം മുഴുവൻ ഞാൻ നിങ്കൽ പ്രത്യാശ വയ്ക്കും. मैं दिन भर तेरी ही बाट जोता रहता। ദാവീദ് പറയുന്നു, ഞാൻ ദിവസം മുഴുവൻ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്നു. दावीद कहते हैं कि मैं दिन भर जो है बाट जोता रहता हूँ। അതിന് ദൈവത്തിന്റെ വഴികൾ നമ്മൾ മനസ്സിലാക്കണം. उसके परमेश्वर जो है हमें रास्ता हमें समझना है, ദൈവത്തിന്റെ സത്യത്തിൽ നമ്മൾ നടക്കണം. परमेश्वर की सच्चाई में हमें चलना है। എത്ര പേര് ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവേ എന്റെ ഹിതമല്ല നിന്റെ ഹിതം എന്റെ ജീവിതത്തിൽ നടക്കണം. प्रार्थना करते कि परमेश्वर मेरी इच्छा नहीं जो आपकी इच्छा पूरी हो। നമ്മൾ പാടും, കർത്താവേ നിന്റെ ഹിതം പോലെ എന്നെ നടത്തണം. हम गीत गाते हैं कि परमेश्वर मेरी इच्छा नहीं बल्कि आपकी इच्छा के अनुसार चलाए। പ്രാർത്ഥിക്കാറുണ്ട് ദൈവത്തിന്റെ ഹിതം നടക്കണം. हम प्रार्थना भी करते कि परमेश्वर आपकी इच्छा पूरी हो। പക്ഷെ നമ്മുടെ ഹൃദയത്തിന്റെ വിചാരം എന്താ? तो हमारे हृदय का विचार क्या है? നമ്മൾ എല്ലാത്തിനും ഒരു പദ്ധതി ഒരുക്കി വെച്ചിട്ടുണ്ട്. हम सब के लिए एक जो योजना करके रखा है, ഒരു പ്ലാനിങ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. एक योजना तैयार करके रखा है എന്നിട്ടാണ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത്. और फिर जाके हम परमेश्वर के चरणों में जाके प्रार्थना ആ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് എന്താ?
हम प्रातः क्या करते हैं ഈ ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്ന പ്ലാനും പദ്ധതിയും പ്രകാരം കാര്യങ്ങൾ നടക്കണം. कि मैंने जो योजना किया है उसके अनुसार होना चाहिए, അതിനുവേണ്ടി നമ്മൾ ഉപവസിക്കും, उसके लिए हम फिर उपवास करते हैं, ആ ദൈവസേനയിൽ പ്രാർത്ഥിക്കും. हम प्रार्थना करते हैं. അതിൽ ദൈവഹിതം എന്തെന്ന് അറിയുവാൻ വേണ്ടിയല്ല പ്രാർത്ഥിക്കുന്നത്. परमेश्वर की इच्छा क्या है उसमें हो जाने नहीं प्रार्थना करते. ഞാൻ ഈ ഒരുക്കി വെച്ചിരിക്കുന്ന പദ്ധതി പ്രകാരം കാര്യങ്ങൾ നടക്കണം. ये जो मैंने योजना करके रखा है इसके अनुसार काम होना चाहिए. എന്നാൽ ദൈവം പറയുന്നത് ആ പദ്ധതി പ്രകാരമല്ല ഞാൻ നടത്തുവാൻ ആഗ്രഹിക്കുന്നത്. परंतु परमेश्वर कहता है कि मैंने जो चला रहा है उसके अनुसार नहीं, ഞാൻ നടത്താൻ ആഗ്രഹിക്കുന്നത് എന്റെ വഴികളിലാണ്. मैं जो चलाना चाहता हूँ मेरे इसके अनुसार है, അത് ഞാൻ ആഗ്രഹിക്കും പ്രകാരം നീ വരണം. मेरी इच्छा अनुसार तुम आना है. അങ്ങനെ നമ്മൾ ആ ദൈവഹിത പ്രകാരം നടക്കാതെ വരുമ്പോൾ ऐसे हम परमेश्वर की इच्छा के अनुसार नहीं आएंगे तो നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും വർദ്ധിക്കും. हमारे जीवन में जो है प्रश्न और प्रतिकूल है वो बढ़ जाएंगे. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രശ്നങ്ങളുടെ കാരണം അതാണ്. बहुत बार हमारे जीवन में जो है प्रश्न आने का कारण भी ये है. ദാവീദ് ആമേൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് തന്റെ ചൂടേറിയ അനുഭവങ്ങളിൽ, दावीद जो है बहुत बार प्रार्थना करता है उनके जो है अवस्था में, തന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ മധ്യേ, उनके प्रश्नों के बीच में, തന്റെ പ്രാണൻ ഏറ്റവും ചൂട് പിടിച്ചിരിക്കുമ്പോൾ उनका प्राण जब एकदम गर्म हो गया रहने के समय ആമേൻ അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കും. परमेश्वर से प्रार्थना करता है. അവന്റെ ജീവിതത്തിന്റെ കഷ്ടങ്ങൾ വരുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കും. अपना कष्ट होने से परमेश्वर से प्रार्थना करता है, സന്തോഷവേളയിലും പ്രാർത്ഥിക്കും. खुश होने से प्रार्थना करता है. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത് ഞാൻ എല്ലാ കാലത്തും യഹോവയെ വാഴ്ത്തും. इसलिए दावीद ने कहा मैं हर दिन परमेश्वर को आराधना करेंगे, ഏത് അവസ്ഥയിലും ഞാൻ ദൈവത്തെ വാഴ്ത്തും. चाहे कोई भी अवस्था परमेश्वर को आराधना करूँ, ദുഃഖവേളയിലായാലും चाहे वो दुख में हो സന്തോഷവേളയിലായാലും वो सुख में हो, എല്ലാ സമയത്തും ഞാൻ യഹോവയെ വാഴ്ത്തും. हर से परमेश्वर को धन्यवाद दूंगा, കാരണം എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കും. क्योंकि मेरे प्राण को ठंडा करता है. ആമേൻ തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. उनके नाम के अनुसार मुझे धार्मिक दुनिया में धार्मिक रास्ते चलाता है. അത് എന്റെ പ്രാണനെ തണുപ്പിക്കുന്നത് ദൈവമാണ്. वो मेरे प्राण को ठंडक देने वाला परमेश्वर ഈ है. ലോകത്തിലെ ഒരു മനുഷ്യർക്കും തണുപ്പിക്കാൻ കഴിയത്തില്ല. इस दुनिया में कोई भी वो ठंडक दे नहीं सकेगा. ആമേൻ ദാവീദിന്റെ അപ്പനും അമ്മയും അവനെ വിട്ടുമാറി दाऊद के जो है माता पिता उनको छोड़ के चले गए, എന്ന് പറഞ്ഞാൽ അവനെ മറന്നു കളഞ്ഞു. मतलब ये कि उनको जो है भूल गए. അവന്റെ വീട്ടിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യം നടക്കുമ്പോൾ उनके घर में जो एकदम श्रेष्ठ काम चलने के समय ആമേൻ പ്രത്യേകിച്ച് മുന്നറിയിപ്പ് കൊടുത്തിരിക്കും പ്രകാരം ചെയ്യുവാൻ പറഞ്ഞപ്പോൾ जब ये जो है जैसा बोला उसके ऐसा करेंगे करके बोलने के समय ആമേൻ ആ ദാവീദിനെ അവർ മറന്നു കളഞ്ഞു. वो दाऊद को उसने भूल गए. എന്തുകൊണ്ടാ ദാവീദിനെ മറന്നേ? क्यों दाऊद को भूल गए? കാരണം ദാവീദ് അഭിഷേകം പ്രാപിച്ചവനാണ്. क्योंकि दाऊद ने अभिषेक प्राप्त किया. ദാവീദിന്റെ മേൽ ഒരു ദൈവിക നിയോഗം ഉണ്ടായിരുന്നു. दाऊद के ऊपर परमेश्वर का एक बुलाहट था. ദാവീദിന്റെ മേൽ ദൈവത്തിന്റെ ഒരു കൃപയുണ്ടായിരുന്നു. दाऊद के परमेश्वर का वो जो अनुग्रह था. ദൈവം അവനെ കുറിച്ച് ഒരു പദ്ധതി ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. परमेश्वर ने उनके बारे में क्या योजना करके रखा. ആമേൻ അത് മനസ്സിലാക്കാൻ കഴിയാതെ ഇത് അമ്മയും അപ്പനും സഹോദരങ്ങളും അവനെ മറന്നു. वो ना समझते हुए वो भी उनका जो है पिता माता और भाई सब भूल गए. ശമൂവേൽ മുൻകൂട്ടി പറഞ്ഞതാണ് നിന്റെ വീട്ടിൽ ഞാൻ ഇതാ വിരുന്നനായി കടന്നു വരുന്നു. समय ने पहले से बताया था कि हाँ मैं तुम्हारे घर में आने वाला हूँ. ആമേ ശമൂവേൽ ഒരു ഭവനത്തിൽ പോകണമെങ്കിൽ അതിനെന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കും. समूएल उस भवन में जाना है तो मतलब कुछ कारण होगा. ശമൂവേൽ എല്ലാ വീട്ടിലും അങ്ങനെ പോകുന്ന വ്യക്തിയല്ല. समूएल सारे घर में से नहीं जाता. ദൈവം പറയുന്ന ഭവനത്തിൽ മാത്രമേ പോകും. परमेश्वर बोलने वाला उस भवन को ही जाता. ദൈവം പറയുന്ന ഭവനത്തിൽ പോകണമെങ്കിൽ അവിടെ ചില കാര്യങ്ങൾ നടക്കും. परमेश्वर ने बोला उस घर में जाएंगे तो मतलब परमेश्वर कुछ काम पूरा करेंगे. ഇങ്ങനെ ദാവീദിന്റെ അപ്പനോട് മുൻകൂട്ടി പറഞ്ഞു, ऐसे दावीद के पिता से पहले से कहकर ഞാൻ നിന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്, मैं तुम्हारे घर आ रहा हूँ, അതിന് നീ എല്ലാം ഒരുങ്ങിയിരിക്കണം, तुम सभी लोग तैयार है, നിന്റെ കുടുംബത്തിലെ എല്ലാവരും അവിടെ ഉണ്ടായിരിക്കണം. परिवार के सभी लोग तैयार है. ആമേൻ. എന്നാൽ അപ്പനും അമ്മയും അവനെ മറന്നു. लेकिन माता पिता ने उसको भूल गए ആമേൻ. ബാക്കി എല്ലാവരും കൂടി വന്നു. और सभी लोग आ गए എന്നാൽ ഇതാ ആമേൻ പരിപാടി ആരംഭിച്ചു. और जो है वो शुरू हो गया. ആമേൻ. മനുഷ്യർ കണ്ണാലെ കാണുന്നത് എല്ലാം ദൈവം തള്ളിക്കളഞ്ഞു. मनुष्य जो अपने आंखों से देखने वाले सभी परमेश्वर ने इनकार कर दिया. കാരണം മനുഷ്യൻ മുഖാമുഖം നോക്കുമ്പോൾ ദൈവം ഹൃദയങ്ങളെ ശോധന ചെയ്യും. क्योंकि मनुष्य हृदय देखने जो है मनुष्य जो है चेहरा देखने के समय परमेश्वर जो है वो हृदय को देता है. ഇന്നും അനേകർ മനുഷ്യന്റെ മുഖം കണ്ടിട്ടാണ് മാർക്കിടുന്നത്. आज भी कई लोग जो है लोगों का चेहरा देख के मार्क देते हैं. പ്രൈസ് ദി ലോർഡ്. അവന്റെ പൊക്കവും വണ്ണവും എല്ലാം കാണുമ്പോൾ അവർ മാർക്കിടും. उनका जो है लंबा जो है उनका और उनका लंबापन और उनका वो सब बाहरी अवस्थाओं को देखकर वो न्याय करते हैं. അവന്റെ ശരീരത്തിന്റെ അവസ്ഥ കാണുമ്പോൾ ഇവൻ മതി, शरीर का असर देख के हाँ ये काफी है. പ്രൈസ് ദി ലോർഡ്. കാരണം ദാവീദിന് ശാരീരികമായി വലിയ യോദ്ധാവിന്റെ ശരീരമൊന്നുമില്ല. दावीद जो शारीरिक से जो है बड़ा योद्धा का कुछ शरीर नहीं था, പക്ഷെ ആ ഭവനത്തിൽ കാണാൻ കൊള്ളാന്നുള്ള ഒരേ ഒരു വ്യക്തി ഉണ്ടായിരുന്നുള്ളൂ, അത് ദാവീദാണ്. परंतु उस भवन में जो है देखने के लिए अच्छा जो है दावीद ही था. ആമേൻ. അവന്റെ സൗന്ദര്യം പലപ്പോഴും അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ उसका കഴിയും. जो सुंदरता है वो कई बार दूसरों को नहीं समझ में आए. അവന്റെ ഹൃദയത്തിന്റെ സൗന്ദര്യം ആ ഭവനത്തിലെ ഒറ്റ മനുഷ്യർക്ക് മനസ്സിലാക്കാൻ കഴിയും. हृदय का सौंदर्य जो है वो सुंदरता जो है वो कोई नहीं
नहीं समझ पाया, പക്ഷേ അത് കണ്ടത് ഒരു ദൈവമാണ്. परंतु वो देखा हुआ एक परमेश्वर है, അതുകൊണ്ട് ദൈവം അവനെ തെരഞ്ഞെടുത്തത്. इसलिए परमेश्वर ने उनको चुन लिया. എന്നാൽ ഭവനത്തിന്റെ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുമ്പോൾ और जब वो घर का सब काम करने के समय ഇതാ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി, ദൈവം നിയോഗിച്ച വ്യക്തി അവിടെ ഇല്ല. सब काम में रखने के समय परमेश्वर ने चुना हुआ व्यक्ति उस घर में नहीं है. ആമേൻ. ആരംഭം മുതലേ ശമൂവേൽ ചോദിക്കുന്നുണ്ട്. शुरुआत से शमूएल पूछ रहा है, ആമേൻ. അവസാനം ചോദിച്ചു, ഇനി ആരെങ്കിലും ഉണ്ടോ? और आखिर में पूछा कि अभी कोई भी बचा है क्या? ആമേൻ. അപ്പോഴാണ് അപ്പനും അമ്മയ്ക്കും ഓർമ്മ വന്നത്. तभी उनके माता पिता को याद आया. ആമേൻ. പ്രിയമുള്ളവരെ, നിങ്ങളെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, देखो प्रिय लोगों, अगर आपके बारे में परमेश्वर को अगर योजना है तो ഈ ലോകത്തിലെ ഏതൊരു മനുഷ്യൻ നിങ്ങളെ മാറ്റി നിർത്തിയാലും, इस दुनिया के कोई भी लोग तुमको अलग करके उठाएगा तो भी നിങ്ങളെ ഉയർത്തി അവരുടെ മധ്യ അഭിഷേകം ചെയ്യുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. तुम्हें जो है ऊंचा करके और तुम्हें जो है अभिषेक करने परमेश्वर के बारे में बात कर रहा हूँ. നിങ്ങളുടെ മേലൊരു അഭിഷേകം ഉണ്ടെങ്കിൽ, तुम्हारे ऊपर एक अभिषेक है, നിങ്ങളുടെ മേലൊരു വിളി ഉണ്ടെങ്കിൽ, तुम्हारे ऊपर एक बुलाहट है तो ഒരു മനുഷ്യർക്കും നിങ്ങളെ മാറ്റി നിർത്തുവാൻ കഴിയത്തില്ല. कोई मनुष्य तुम्हें अलग नहीं रुका सकता है. ആരെല്ലാം നിങ്ങളെ മാറ്റി നിർത്തിയാലും, कोई भी तुम्हें अलग कराता है. ആമേൻ, പലയിടത്തും നിങ്ങളെ അവഗണിക്കപ്പെടുമ്പോൾ कहीं पर भी तुम्हें जो अलग किया जा रहा है, നിങ്ങളുടെ ഹൃദയം ഭാരപ്പെടേണ്ട. तुमका हृदय जो है तुम्हारा हृदय खोज नहीं होना है. നിങ്ങൾ അവിടെ അവഗണിക്കപ്പെടുകയല്ല ചെയ്യുന്നത്. फिर जो है अकेला होने नहीं है. അവരുടെ മധ്യ നിങ്ങളെ ഉയർത്തുവാൻ വേണ്ടി ദൈവം നിങ്ങളെ മാറ്റി നിർത്തുക. उनके बीच में जो है खड़े नहीं परमेश्वर तुम्हें अलग कर रहे हैं. ആമേ, മാറ്റി നിർത്തിയവരുടെ മുമ്പ് ഉയർത്തുവാൻ കഴിവുള്ള ദൈവമാണ്. अलग कई जगह में उनके सामने जो है रुकने की परमेश्वर सहायता करती है. ആമേ, ഞാൻ വിശ്വസിക്കുന്നു. ആമേ, നിങ്ങളെ കുറിച്ച് മോശമായി സംസാരിക്കുന്നവരുടെ വായ് കൊണ്ട് തന്നെ പുകഴ്ച വരുത്തുന്ന ദൈവം. मैं विश्वास करता हूँ कि तुम्हारे बारे में जो बुरा बोला है उनके सामने ही खड़ा करने वाला परमेश्वर है. നിങ്ങളെ മോശക്കാരായി ചിത്രീകരിക്കുന്നവരാൽ തന്നെ നിങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. तुम्हें जो है बुरा है करके बोलने वाले उनके बीच में परमेश्वर खड़ा करने के लिए. അല്ലെങ്കിൽ പൗലോസിനോടൊന്ന് ചോദിച്ചു നോക്കിയേ. तो पौलुस को जरा पूछ के देखिए. ആമേൻ. ഇതാ വലിയൊരു കപ്പൽ ഛേദം വന്ന് കപ്പലിൽ നിന്ന് ആമേൻ മരണം സംഭവിക്കേണ്ട അവസ്ഥയിൽ നിന്നും ഇതാ അവർ ഒരു കരയ്ക്ക് എത്തിച്ചേർന്നു. जहाज में बड़ा छेद होके वो लोग मरने की उस जगह से जो है वो लोग बच के आके अभी निकल गए हैं. ആ കരയിൽ വന്നപ്പോ എല്ലാവരും ചെയ്യുന്ന പ്രവൃത്തി പൗലോസ് ഒന്ന് ചെയ്തു. और किनारे में आने के समय सभी लोग करते हुए काम पौलुस ने भी किया. ആരുടെയും കയ്യിൽ കയറി ചുറ്റാത്തൊരണൽ ഇതാ പൗലോസിന്റെ കയ്യിൽ ചുറ്റിയിരിക്കുക. और किसी के भी हाथ में नहीं जो है पकड़ने वाला सांप जो है पौलुस के हाथ में पकड़ा. എന്തുകൊണ്ടാ പൗലോസിന്റെ കരത്തിൽ വന്നത്? क्यों पौलुस के हाथ में पकड़ा? ആ ജനത്തിന്റെ മനോഭാവം വെളിപ്പെടുത്താനാ. वो लोगों का जो है मन की भावना को दिखाने के लिए. കൂടി നിൽക്കുന്നവരുടെ ഹൃദയത്തിന്റെ വിചാരം മനസ്സിലാക്കുവാനാ. उनके साथ जो खड़े हैं उनका हृदय की जो समझने के लिए. കൂടെ നിന്നവർ വിളിച്ചു പറഞ്ഞു, ആമേൻ, ഇവൻ ഒരു കുലപാതകനാ, ഇവൻ മരിക്കേണ്ടവനാ. उनके साथ लोगों ने कहा कि वो जो है जो खूनी है उससे मारना चाहिए. ആമേൻ. നോക്കിയേ, എന്തൊക്കെ സംഭവിച്ചിട്ടും മരിക്കാതെ ഇവിടെ കടന്നു വന്നവനെ ഇതാ ഇപ്പോ പാമ്പ് അവനെ കൊല്ലാൻ പോവുക. देखिए, जो मरने का व्यक्ति नहीं मर के ऐसे यहाँ पे इसलिए अभी जो है सांप भी जो है उसे मारना चाहता है. കൂടെ നിന്നവരെല്ലാം അവന്റെ മരണം കാണുവാൻ ആഗ്രഹിച്ചപ്പോൾ वो जो लोग भी उनके साथ थे उनका मृत्यु देखने के लिए आग्रह किया. അവന്റെ കയ്യിൽ ചുറ്റിയിരുന്ന ആമേൻ ആ ജീവി അവൻ തീയിൽ കുടഞ്ഞു കളഞ്ഞു. वो जो उनके जो है हाथ में जो लपटा हुआ जीव जो है उधर उसने फेंक दिया. അവന്റെ മരണവും പ്രതീക്ഷിച്ച് നിന്നവർ उनका मृत्यु को इंतजार करते हुए लोग അവർ വിളിച്ചു പറയുന്നു, ഇല്ല, ഇവൻ മരണശിക്ഷ അനുഭവിക്കേണ്ടവനല്ല, ഇവൻ ഒരു ദേവനാ. वो कहते हैं कि नहीं, ये मृत्यु का शिक्षा जो अनुभव करने का व्यक्ति नहीं है, ये एक परमेश्वर है. അതുവരെ പറഞ്ഞത് ഇവൻ മരണശിക്ഷ അനുഭവിക്കേണ്ടവനെന്നാ. तब तक हमें लोग जो है वो लोग ऐसे कह रहे थे कि उसको मृत्यु का शिक्षा होनी चाहिए. ഇപ്പൊ വിളിച്ചു പറയുന്നു, ഇല്ല, അവനൊരു ദേവനാ. अभी वो लोग कह रहे हैं कि नहीं, वो एक परमेश्वर. അതാ ഞാൻ പറഞ്ഞത്, ആമേൻ, നിന്ദിക്കുന്നവരുടെ വായ് കൊണ്ട് തന്നെ ആമേൻ പുകഴ്ത്തുന്ന ദൈവമാണ്. इसलिए मैंने कहा, जो निंदा देने वाले उनके मुंह से ही जो है ऊंचा करने वाले परमेश्वर. ദാവീദിന്റെ ജീവിതത്തിൽ അങ്ങനത്തെ അവസ്ഥകളിൽ കൂടെ ദാവീദ് കടന്നുപോയത്. तो दाऊद की जिंदगी में वैसे अवस्था से दाऊद गुजरा है. ആമേൻ. തന്റെ സഹോദരങ്ങൾ തനിക്ക് വിരോധമായി കടന്നു വന്നു. उनके जो भाई है उनके विरोध हो गए. ഇവിടെ ഇതാ ആമേൻ രാജാവ് തന്നെ അവനെ കൊല്ലുവാൻ ഭാവിച്ചു. यहाँ पे राजा भी क्या उनको मारने लगे. രാജാവിനോട് ചോദിച്ച്, എന്താ രാജാവ് നീ ദാവീദിനെ കൊല്ലാൻ ഭാവിക്കുന്നത്? राजा को पूछे कि क्यों तुम दाऊद को मारने के इतना पीछे पड़े हो. അത് ശൗൽ രാജാവ് പറയും, ഇവൻ ജീവിച്ചിരുന്നാൽ എനിക്ക് ദോഷമാണ്. शाऊल राजा कहेगा कि अगर ये जिंदा है तो मुझे दोष है. ആമേൻ. എന്റെ പാരമ്പര്യമായി ഇവിടെ ഇരിക്കേണ്ട സ്ഥാനം നഷ്ടപ്പെടാൻ പോവുക. मैं जो परंपरा से बैठने का जो स्थान है ये नष्ट होने वाला है. എന്റെ മകൻ ഇരിക്കേണ്ട കസേരയിൽ വേറെ ആരും ഇരിക്കാൻ പാടില്ല. मेरा बेटा बैठने का कुर्सी में और कोई नहीं बैठना चाहिए. ഇത് എനിക്ക് പാരമ്പര്യമായി ലഭിച്ചതാണ്. ये मुझे परंपरा से मिला. അതുകൊണ്ട് ഇവിടെ നിന്ന് എന്നെ മാറ്റുവാൻ ആർക്കും കഴിയത്തില്ല. इसलिए मुझे यहाँ से हटाने की किसी को नहीं होगा. ആ ദൈവം പോലും ആമേ ഇതാ മാറ്റാൻ ശ്രമിച്ചിട്ട് മാറാതെ ഞാൻ ഇരിക്കുക. परमेश्वर भी जो है हटाने की कोशिश किया लेकिन हमें हटा नहीं. 2 വർഷം ദൈവത്തോട് കൂടെ നടന്നവൻ परमेश्वर के साथ जो है 2 साल चलने वाले ഇപ്പൊ 38 വർഷമായി ദൈവം ഇല്ലാതെ അവൻ
സ്വയമായിട്ട് കയറിയിരിക്കുക. अभी 38 साल हो गए, वो बिना परमेश्वर के वो स्वयं से कर रहा है। അവൻ ആ കസേര വിടാതെ മുറുകെ പിടിച്ചിരിക്കുമ്പോൾ कुर्सी छोड़े बिना वो वैसे है बैठने के ആ समय। കസേരയ്ക്ക് വേണ്ടി അഭിഷേകം ചെയ്ത ഒരുവൻ ഇതാ കടന്നു വരുന്നു. वो कुर्सी के लिए अभिषेक पाया हुआ एक व्यक्ति आ रहा है, പക്ഷെ അത് മനസ്സിലാക്കുവാൻ ശൗലിന് കഴിഞ്ഞില്ല. लेकिन वो समझने के लिए शाऊल से नहीं हुआ। ആരെയാണോ ആ കസേരയിൽ ഇരുത്തുവാൻ ശൗൽ ആഗ്രഹിച്ചത് जिसे वो बिठाना चाहता था, ആ മകന് മനസ്സിലായി ഞാനല്ല ഇരിക്കേണ്ടത്, അഭിഷേകം പ്രാപിച്ചവനാണ്. वो बेटा को तो पता चला कि नहीं, मैं नहीं बैठता है जो अभिषेक प्राप्त किया। യോനാഥാൻ ദാവീദിനോട് പറയുന്നു, ദാവീദെ ഞാനല്ല ഇരിക്കേണ്ടത്, നീയാ ഇവിടെ ഇരിക്കേണ്ടത്. क्योंकि योनाथन जो है वो बोलता है दावीद को कि दावीद मैं नहीं बैठना है, तुम बैठना है यहाँ। എന്റെ അപ്പൻ എന്നെ ഇരുത്താൻ ശ്രമിക്കുന്നുണ്ട്, मेरा जो पिता मुझे बिठाने की कोशिश कर रहा है, പക്ഷെ എനിക്ക് അഭിഷേകമില്ല. परंतु मुझे अभिषेक नहीं मिला। ഇവിടെ इരിക്കാൻ അഭിഷേകം പ്രാപിച്ചത് നീയാ. यहाँ पे बैठने के लिए अभिषेक प्राप्त किया हुआ तुम्हें। ആമേൻ. ഇന്ന് പകൽക്കാലം നാം ഒരു കാര്യം മനസ്സിലാക്കണം. आज सुबह के समय एक बात हमें समझना है, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആ യോനാഥാന് ലഭിച്ച ഒരു കാഴ്ചപ്പാട് അവന്റെ അപ്പന് ലഭിക്കാതെ പോയി. वो योनाथन को मिला हुआ वो एक दृश्य जो है उनके पिता को नहीं मिला। യോനാഥാന് ലഭിച്ച ആ ദർശനം ആമേൻ ഈ രാജാവിന് ഇല്ലാതായി പോയി. जो योनाथन को मिला हुआ दर्शन उनके पिता को नहीं, ये राजा को नहीं मिला। ഇന്ന് പകൽക്കാലം നാം നമ്മെ ഒന്ന് പരിശോധിക്കുക. आज सुबह के समय हमें अपने आप को जांचना चाहिए। അഭിഷേകം പ്രാപിച്ച ദാവീദിനെ കൊല്ലുവാൻ ഇതാ ശൗൽ പിന്നാലെ പോകുമ്പോൾ अभिषेक मिला हुआ जो है दावीद को मारने के लिए शाऊल पीछे आने के समय ഇതാ പ്രൈസ് ദി ലോർഡ് ദാവീദ് ഓടി ഓടി ദാവീദ് പറയുക, അവസാനം ഞാൻ ഇവന്റെ കൈ കൊണ്ട് തന്നെ മരിക്കും. और जो है दावीद भागते भागते दावीद कहता है कि आखिर में जो है मैं इसके हाथ से ही मरूंगा। അങ്ങനെ ഒരു സാഹചര്യം എത്തിപ്പെട്ടു. ऐसा एक जो है अवस्था हुआ। ദാവീദ് ഒളിച്ചിരുന്ന ഗുഹയ്ക്കകത്ത് ഇതാ ശൗലും കൂടെ കയറി ചെല്ലുക. दावीद चुपके बैठा गुफा में, ये शाऊल भी आया है। ദാവീദിന്റെ കൂടെയുള്ളവരെല്ലാം ബലഹീനരാ. दावीद के साथ रहने वाले सब जो है कमजोर है। ആമേൻ. അവരുടെ കയ്യിൽ സാമ്പത്തികമൊന്നുമില്ല. उनके हाथों में कुछ जो है आर्थिक से नहीं है। അവരുടെ അവസ്ഥ പറയുന്നത് ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലുള്ളവർ മാത്രമായി ഇപ്പൊ ദാവീദിനോട് കൂടെ ഉള്ളത്. अवस्था से लिखा है कि जो है अवस्था में एकदम जो बेखा है वो लोग उनके साथ है। പക്ഷേ ശൗലിന്റെ കൂടെ ഉള്ളതെല്ലാം യോദ്ധാക്കളാണ്. तो शाऊल के साथ सब योद्धा लोग, ആമേൻ. അവന്റെ സൈന്യവുമായിട്ടാണ് കടന്നു വരുന്നത്. उनके सेना के साथ वो आते हैं। ഇതാ ദാവീദ് ഇരിക്കുന്ന അതേ ഗുഹയ്ക്കകത്ത് ഈ ശൗൽ कि പ്രവേശിച്ചു. दावीद बैठा हुआ यही गुफा में जो है शाऊल प्रवेश कर। ആമേൻ. അവിടെ ചെല്ലുമ്പോൾ ഇതാ ദാവീദ് ഭയപ്പെട്ടു. वहां जाने के समय दावीद जो है डर गया। ദാവീദിന് മനസ്സിലായി ഇനി എനിക്ക് പുറത്തിറങ്ങാൻ കഴിയത്തില്ല. दावीद को पता चल गया कि मुझे बाहर जाने नहीं होगा, കാരണം ഞാൻ പുറത്തിറങ്ങണമെങ്കിൽ ഈ ശൗലിനെ താണ്ടി വേണം പോകാൻ. क्योंकि मैं बाहर निकलूंगा तो शाऊल को जो है पार होके जाना पड़ेगा। അവൻ ഇതാ എന്റെ വഴി തടഞ്ഞ് ഇതാ ഈ ഗുഹയ്ക്കകത്ത് तो പ്രവേശിച്ചിരിക്കും. जो है ये रास्ता करके वो जो गुफा के अंदर आ गया। ആ നിലയിൽ ഇരുന്നു കൊണ്ട് ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുക. उस अवस्था में रह के दावीद प्रार्थना कर रहा, ആമേ നീതിയായ പാതകളിൽ നടത്തണം. कि धार्मिक रास्ते में चलाना। ആമേൻ. ഈ അവസ്ഥയിൽ നിന്ന് വിടുവിക്കുവാൻ എന്റെ ദൈവത്തിനെ കഴിയും. ये अवस्था से चुराने के परमेश्वर से ही होगा। ആമേൻ. അങ്ങനെ ദാവീദ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെ നമ്മൾ വായിച്ചത്. वैसे दावीद होने वाले प्रार्थना हम नहीं पढ़े। എന്താ സംഭവിച്ചത്? क्या हुआ फिर? ആമേൻ. പ്രൈസ് ദി ലോർഡ്. ശൗലും കൂട്ടരും അതേ ഗുഹയിൽ കിടന്നുറങ്ങുക. शाऊल और उनके साथी भी वही गुफा में सो रहे हैं, പക്ഷെ ദാവീദിന് ഉറക്കം വന്നില്ല. लेकिन दावीद को नींद नहीं आया। ദാവീദ് ഉറങ്ങിയില്ല. दावीद सोया नहीं। ആമേൻ. ദാവീദിന്റെ കൂടെയുള്ളവരും ഉറങ്ങിയില്ല. दावीद के साथ जो थे वो भी नहीं सोए। ഇവരുടെ കൂടെയുള്ളവർ ഒരു കാര്യം പറഞ്ഞു, उनके साथ वाले काम एक बात कहा, അല്ലയോ ദാവീദേ, दावीद ഇതാ നിന്റെ ദൈവം പറഞ്ഞതുപോലെ നിന്റെ ശത്രുവിനെ നിന്റെ കരത്തിൽ ഏൽപ്പിച്ചിരിക്കും. परमेश्वर बोला जैसा तुम्हारे शत्रु को तुम्हारे हाथ में दिया है, അവർ ഇവിടെ കിടന്ന് ഉറങ്ങുമ്പോൾ നമുക്ക് അവരെ കൊന്നുകളയാം. यहाँ पे सोने के समय तुम वहां पे उनको मार सकते എന്നിട്ട് നിനക്ക് ചെന്ന് ആ കസേരയിൽ ഇരിക്കാം. हो, तुम जाके फिर वो सिंहासन बैठ सकते हो। ദാവീദ് പറയുന്ന ഒരു കാര്യം എന്തെന്നറിയാമോ? पर दावीद ने एक बात कहा, ആമേൻ. അവൻ ഒരിക്കൽ അഭിഷേകം പ്രാപിച്ചവനാണ്. वो एक बार अभिषेक पाया व्यक्ति, ഇപ്പൊ അഭിഷേകമെല്ലാം നഷ്ടപ്പെട്ടത് ശരി, चाहे वो अभी तो अभिषेक पूरा नष्ट हो गया सही है, എന്നാലും അവൻ എന്റെ ശത്രുവല്ല. परंतु फिर भी वो मेरा शत्रु नहीं है। അവൻ എന്റെ ശത്രുവല്ല. मेरा शत्रु नहीं है। ആമേൻ. എന്നെ ശത്രുവായി കണ്ടാലും मुझे शत्रु से देखेगा तो भी, എന്നെ കൊല്ലാൻ ശ്രമിച്ചാലും मुझे मारने की कोशिश किया तो भी എനിക്ക് അതുപോലെ ചെയ്യാൻ കഴിയത്തില്ല. मैं वैसा नहीं कर सकता हूँ। ഞാൻ അവനെ ശത്രുവായി मैं കണ്ടിട്ടില്ല. उनको शत्रु के समान नहीं देखा हूँ। ആമേൻ. അതുകൊണ്ട് ദാവീദ് അവിടെ ആമേൻ ശാന്തനായിരുന്നു. तो इसलिए दावीद वहाँ पे शांत हो गया। അവനെ കൊല്ലാൻ ശൗലിനെ കൊല്ലാൻ ശ്രമിച്ചവരെ സമാധാനപ്പെടുത്തി. तो शाऊल को जो है मारने की कोशिश किया, उनको जो है वो समाधान शांति कराया। എന്നാൽ ഈ ശൗൽ ദാവീദിന്റെ കരത്തിൽ അകപ്പെട്ടു എന്ന് ശൗലിന് വെളിപ്പെടുത്തി കൊടുക്കണം. लेकिन ये शाऊल को जो है दावीद के हाथ में था करके उसको बताना है। ദാവീദിന് തന്റെ സത്യസന്ധത വെളിപ്പെടുത്തണമായിരുന്നു. दावीद को उनका सच्चाई को जो बताना था, അതുകൊണ്ട് അവൻ വസ്ത്രത്തിന്റെ ഒരു ഭാഗം മുറിച്ചെടുത്തു. इसलिए उसने अपने उसका वस्त्र का छोर को जो है काट के लिया। എന്തിനാ വസ്ത്രത്തിന്റെ ഭാഗം മുറിച്ചത്? वस्त्र का एक भाग को काट के लिया। ശൗലേ, നീ എന്റെ ശത്രുവല്ല, നീ എന്നെ ശത്രുവായി കാണുമ്പോഴും ഞാൻ നിന്റെ ശത്രുവല്ല എന്ന് തെളിയിക്കാം. ये बताने के लिए, साबित करने के लिए जो है शाऊल तुम्हें जो है शत्रु से देखता है, लेकिन
शत्रु से देखने के बावजूद भी मैं ऐसा नहीं देखता हूँ करके बताने के लिए ആ സത്യസന്ധത അടുത്ത ദിവസം പ്രഭാതത്തിൽ ദാവീദ് വെളിപ്പെടുത്തി. वो सच्चाई को जो है दावीद ने जो है बताया. അപ്പോൾ ശൗൽ പറയുക, ആമേൻ, എനിക്ക് തെറ്റുപറ്റി. तभी शाऊल कहता है मुझसे गलती हो गया. നോക്കിയ കൊല്ലാൻ വന്നവൻ തെറ്റ് സമ്മതിച്ചു മടങ്ങിപ്പോയി. देखो जो मारने आया था वो अपना जो है गलती को जो अंगीकार करके वो चला गया. അവന്റെ കുറ്റം ഏറ്റു പറഞ്ഞിട്ട് അവൻ മടങ്ങിപ്പോയി. वो जो कबूल करके चला गया. പക്ഷെ ദൈവവചനം പറയുന്നത് परमेश्वर का वचन कहता है ദാവീദിനെ ഹൃദയത്തിൽ അത് കുത്തുകൊണ്ട്. दावीद को वो उनके हृदय में जो है छोटा ही जैसा है. എന്താ ദാവീദിന് വേദനയായി മാറിയത്? क्या है दावीद को दुख हुआ? ഞാൻ അഭിഷിക്തന്റെ വസ്ത്രത്തിന്റെ ഭാഗം കീറിയെടുത്തു. मैं जो इस अभिषिक्त के जो है जो उनका कपड़े का जो मैंने भाग काट के लिया. അഭിഷേകം പ്രാപിച്ചവന്റെ വസ്ത്രം കീറാൻ പാടില്ല. अभिषेक प्राप्त क्या हुआ एक व्यक्ति का ऐसा नहीं करना चाहिए. അവൻ അഭിഷേകം നഷ്ടപ്പെട്ടവനാകട്ടെ, वो चाहे अभिषेक को नष्ट कर दिया हो, ദുരാത്മാവ് പ്രാപിച്ചവനാകട്ടെ, चाहे जो जंगल को प्राप्त किया हो, ഒരു പ്രാവശ്യം അഭിഷേകം പ്രാപിച്ചത് കൊണ്ട് एक बार जो अभिषेक प्राप्त किया इसीलिए ദാവീദ് അവനെ അഭിഷിക്തനായിട്ടാണ് കാണുന്നത്. दावीद जो इसको अभिषेक के समान देखता है. ആമേൻ. അവൻ ദാവീദിനെ കൊല്ലാൻ വന്നിട്ട് പോലും ദാവീദ് അവനെ അഭിഷിക്തനായിട്ടാണ് കാണുന്നത്. दावीद जो है इसको मारने की कोशिश करने के बावजूद भी क्या है उनको जो मारने के समय देखता है. വസ്ത്രത്തിന്റെ ഒരു ഭാഗം മുറിച്ചെടുത്തപ്പോൾ അവൻ അത്രയും ഹൃദയത്തിൽ വേദനയായി മാറിയെങ്കിൽ वस्त्र का एक छोर जो है काट लेने से उतना दुख होने के हुआ है. तो ഇന്നത്തെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കി. आज का अवसर सोच के देखिए. അവന്റെ വസ്ത്രം പറിച്ചു ഉരിഞ്ഞ് അവനെ നഗ്നനാക്കി വിട്ടാൽ പോലും ഹൃദയത്തിൽ കുത്തുകൊള്ളത്തില്ല. जो है उनको जो है अगर तुम वो शत्रु को जो है अगर एकदम कितना भी पूरा करो फिर भी तुम जो है दिल में चोट नहीं लगता है. അതെ, ഇന്നത്തെ ദാവീദുമാർക്ക് ശൗലിന്റെ വസ്ത്രം പറിച്ചുരിഞ്ഞാലും ദുഃഖമില്ലെന്ന. आज के दावीद लोग जो है उनको जो है शाऊल का जो है पूरा कपड़ा भी निकाले तो भी उनको कुछ चोट नहीं लगेगी. എത്രത്തോളം മോശക്കാരനാക്കിയാലും എത്രത്തോളം അവരെ തകർക്കാൻ ശ്രമിച്ചാലും ഹൃദയത്തിൽ കുത്തുകൊള്ളത്തില്ല. कितना भी उनको नाश करने की कोशिश करेंगे फिर भी उनके हृदय में कुछ छेद नहीं लगता है. അഭിഷേകം പ്രാപിച്ച വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയെ തകർക്കുവാൻ കഴിയില്ല. अभिषेक प्राप्त किए व्यक्ति को दूसरे व्यक्ति को नाश करना नहीं होगा. മറ്റൊരു വ്യക്തിയുടെ വളർച്ച കണ്ട് ആമേൻ പ്രൈസ് ദി ലോർഡ് അവന് പ്രയാസം ഉണ്ടാകത്തില്ല. दूसरे व्यक्ति का जो बढ़ोतरी देख के उनको जो है दुख नहीं होगा. മറ്റൊരു വ്യക്തിയുടെ വളർച്ച കണ്ട് അവൻ ഒരിക്കലും നിരാശനാകത്തില്ല. दूसरे व्यक्ति का जो दुख देख के जो है जो बढ़ावा देख के जो है वो दुख नहीं होगा. അവരുടെ വളർച്ച കണ്ട് സന്തോഷിക്കുകയുള്ളൂ. उनका जो बढ़ोतरी देख के खुशी होंगे. ആമേൻ. അതാണ് ഒരു അഭിഷിക്തന്റെ ആമേൻ അടയാളം. वो है एक अभिषेक प्राप्त किया हुआ व्यक्ति का जो है बात. ദാവീദ് അഭിഷേകം പ്രാപിച്ചതുകൊണ്ട് दावीद जो अभिषेक प्राप्त किया इसीलिए. ആമേൻ ദാവീദ് ഒരിക്കലും മറ്റുള്ളവരെ ശത്രുക്കളായി കണ്ടില്ല. दावीद जो है दूसरे को जो शत्रु के समान नहीं देखा. അതാ ഞാൻ പറഞ്ഞത്, ദാവീദിനെ കൊല്ലാൻ വന്നവരെ വരെ ദാവീദ് മിത്രമായി കണ്ടു. इसलिए मैंने कहा कि दावीद को जो है मारने के लिए आए तो भी दावीद उसको मित्र के समान देखा. ആമേൻ. അതുകൊണ്ട് ദാവീദ് പറഞ്ഞത്, ശത്രുക്കളുടെ മുമ്പാകെ നീ എനിക്ക് മേശയൊരുക്കുന്നു. दावीद ने कहा कि शत्रु के सामने तो मेरे लिए मेज बिछाता है. ആമേൻ. ഞാൻ നീതിയോടെ നിൽക്കുമ്പോൾ, मैं धार्मिकता से रहने के समय ആമേൻ, ഞാൻ മറ്റുള്ളവരുടെ കണ്ണിൽ ദോഷക്കാരനായി മാറിയാലും मैं चाहे दूसरों के नजरिए में जो है दोषी ठहराएगा. ദൈവത്തിന്റെ മുൻപാകെ ഞാൻ നീതിയോടെ നിൽക്കുമ്പോൾ परमेश्वर के चरणों में धार्मिकता से रहता हूं. എന്നെ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട്. तो मेरा न्याय करने वाले परमेश्वर. ആമേൻ. ദാവീദ് ഇവിടെ പ്രാർത്ഥിക്കുന്നു, നീ എനിക്ക് ന്യായം പാലിച്ചു തരണം. दावीद है प्रार्थना करते हैं कि परमेश्वर तू मुझे जो है न्याय दे रहा. മനുഷ്യർ എന്നെ എങ്ങനെ കണ്ടാലും, मनुष्य चाहे मुझे कैसे भी देखे, മനുഷ്യർ എന്നെ കുറിച്ച് എന്ത് സംസാരിച്ചാലും, मेरे बारे में कुछ भी सोचे तो ആമേൻ, ദൈവസന്നിധിയിൽ ഞാൻ നീതിയുള്ളവനായി നിൽക്കണം. परमेश्वर के चरणों में मुझे धर्मी होना है. മനുഷ്യരെ കാണിക്കുവാനല്ല मनुष्य को दिखाने ही नहीं, ദാവീദിന്റെ പ്രവൃത്തി ദൈവത്തെ കാണിക്കാൻ. लेकिन दावीद का काम जो है परमेश्वर को दिखाने के लिए. ദാവീദ് ദൈവത്തിന് വേണ്ടി നിന്നതുകൊണ്ട് परमेश्वर के लिए रुका इसलिए വചനം പറയുന്നു, वचन कहता है ദാവീദിനെ പോലെ ഒരു രാജാവ് പിന്നെ വന്നിട്ടില്ല दावीद के समान एक राजा फिर कभी आया नहीं. എന്ന് പറഞ്ഞാൽ അവന്റെ വാർദ്ധക്യത്തോളം അവൻ സിംഹാസനത്തിൽ ഇരുന്നു. मतलब ये कि उनकी उम्र तक वो सिंहासन में बैठे रहे. അവനെ എന്നേക്കുമായി നശിപ്പിക്കുവാൻ വേണ്ടി ശ്രമിച്ച ശൗൽ वो जो हमेशा के लिए उसको मारने का जो कोशिश किया हुआ शाऊल ആത്മഹത്യ ചെയ്ത് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടപ്പോൾ आत्महत्या करके इस दुनिया से जो निकलने के समय ഇതാ ആ ദാവീദ് നിത്യം രാജാവായിട്ട് വാഴുവാൻ ദൈവം तो തെരഞ്ഞെടുത്തു. दावीद जो है हमेशा के राजा बनने के लिए परमेश्वर उनको चुना है. മാത്രമല്ല ദൈവം അവനോട് പറഞ്ഞത്, നിന്റെ കുടുംബത്തിൽ നിന്ന് ഒരു വ്യക്തി എന്നേക്കും രാജാവായിരിക്കും. सिर्फ वही नहीं, परमेश्वर ने कहा कि तुम्हारे परिवार से एक जन हमेशा राजा रहे. ആ നിത്യ രാജാവായി കർത്താവായി യേശു ക്രിസ്തു അവന്റെ വംശത്തിൽ പിറക്കുവാൻ ഇടയാക്കി. और वैसे वो नित्य जो है हमेशा अनंत का राजा जो है प्रभु यीशु मसीह उनके उस पीढ़ी से आए. നശിപ്പിക്കുവാൻ ശ്രമിച്ച വ്യക്തിയിൽ കൂടെ തന്നെ ദൈവം തന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തി. नाश करने की कोशिश किया उन लोगों के सामने
सामने परमेश्वर अपना काम को दिखाया। ആമേൻ. ഇന്ന് പകൽക്കാലം എന്നെ ശ്രവിക്കുന്ന പ്രിയമുള്ളവരെ, आज से मुझे सुनने वाले भाई बहन, ആമേൻ, आ ക്രൂശിലേക്ക് ഒരു നിമിഷം ഒന്ന് നോക്കിയേ. क्रूस की ओर जरा देखिए। യേശു ക്രിസ്തുവിനോട് കൂടെ നടന്നവർ, यीशु मसीह के साथ चले लोग, യേശുവിനോട് കൂടെ ഭക്ഷിച്ചവർ, यीशु मसीह के साथ खाए हुए, യേശുവിൽ നിന്ന് വിടുതൽ പ്രാപിച്ചവർ, यीशु मसीह जो छुटकारा प्राप्त किए हुए, ആമേൻ, യേശുവിൽ നിന്ന് ആമേൻ സൗഖ്യം പ്രാപിച്ചവർ, यीशु मसीह चंगाई प्राप्त किए हुए, നിത്യജീവന്റെ മൊഴികൾ കേട്ടവർ, अनंत जीवन की बातें सुने हुए लोग, ആരുമില്ലാതെ ഏകനായ ആ ക്രൂശിൽ ഒന്ന് നോക്കിയേ. कोई भी जो नहीं होते हुए उस क्रूस पे देखिए। ദാവീദിന്റെ ജീവിതത്തിലും ആരുമില്ലാത്ത അവസ്ഥയിൽ കൂടെ കടന്നുപോയി. दाऊद की जिंदगी में कोई नहीं होता वैसे से गुजरा। തന്റെ മകൻ ശത്രുവായി, उनके जो बेटा जो शत्रु बन गए, തന്റെ ഭാര്യ തന്നെ ദുഷിച്ചു, उनके जो है पत्नी उनके जो है दोष ठहराया, തന്റെ അപ്പനും അമ്മയും കൈവിട്ടു, उनके माता पिता उनको छोड़ दिया, ഏകനായി തീർന്നതുപോലെ वो अकेला समान हो गया। കാൽവരി ക്രൂശിൽ യേശു ഏകനായി തീർന്നു. जैसे क्रूस पे यीशु मसीह अकेला हो गए, അവന്റെ കൂടെ ആരുമില്ലാത്തൊരവസ്ഥ, के साथ और कोई नहीं रहने वाला, തല ചായ്ക്കുവാൻ ഒരു ആമയിടമില്ല, सर रखने का एक जो है जगह भी नहीं होते, തന്റെ തോളിൽ ശിരസ് വെച്ച് അവൻ ആമേൻ പിതാവിനോട് जो പ്രാർത്ഥിച്ചു. है अपने कंधे पे ही जो सर रख के टेक के जो है पिता से प्रार्थना किया। ഇന്ന് പകൽക്കാലം ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. आज सुबह के समय अपनी आंखों को जरा बंद करते हैं, ആ കാൽവരി ക്രൂശിലേക്ക് ഒന്ന് നോക്കാം. हम उस क्रूस की ओर देखते हैं। യേശു ഏകനായി തീർന്നു. यीशु मसीह जो है अकेला हो गए, തന്നോട് കൂടെ നടന്നവർ തനിക്ക് വിരോധമായി നിന്നു. उनके विरोध गए हुए, जो उनके साथ रहे लोग उनके विरोध गए। ഒരു സമയത്ത് അത്ഭുതങ്ങളും അടയാളം കണ്ടവർ, एक बार छुटकारा सब चमत्कार देखे हुए, തന്റെ പിന്നാലെ കടന്നു വന്ന വലിയൊരു കൂട്ടം ജനം उनके पीछे एक बड़ी भीड़ ഇന്നിത് ആർത്തു വിളിക്കുക, അവനെ ക്രൂശിക്ക എന്ന്. आज जो है वो बोल रहे कि उसे क्रूस पर चढ़ाओ, क्रूस पर चढ़ाओ करके। പ്രിയമുള്ളവരെ, പുകഴ്ത്തുന്നവർ പലപ്പോഴും തള്ളി പറഞ്ഞെന്ന് വരാം. तो प्रभु जी जो है प्रिय लोगों, जो लोग जो है प्रिय लोग भी तुम्हें जो है छोड़ सकते हैं, എല്ലാവരും കൈവിട്ടെന്ന് വരാം. सभी लोग तुम्हें छोड़ सकते हैं। അപ്പോഴാണ് കർത്താവ് ചോദിക്കുന്നത്, പിതാവേ നീയും എന്നെ കൈവിട്ടോ? जब भी वो कहते हैं कि पिता तुम्हें भी छोड़ दिया है क्या? ഒരു സാധാരണ മനുഷ്യനെ പോലെ एक साधारण मनुष्य के समान ആ ക്രൂശിൽ കിടന്ന് നിലവിളിക്കുക, उस क्रूस पर रह के चिल्ला रहे हैं, നീയും എന്നെ കൈവിട്ടോ? तुम्हें मुझे छोड़ दिया है क्या? എന്നെ ശ്രവിക്കുന്ന പ്രിയമുള്ളവരെ, मुझे सुनने वाले प्रिय നിങ്ങൾ लोग, പലപ്പോഴും ഈ സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോയെന്ന് വരാം. बहुत बार आप भी इस जो है अवस्था से गुजरे होंगे, ആമേൻ, ആരുമില്ല എന്ന് ചിന്തിച്ച സമയങ്ങൾ വരാം. कोई भी नहीं है करके सोचा अवस्था होगा। ആ കാൽവരി ക്രൂശിലേക്ക് ഒന്ന് നോക്കിയേ. क्रूस की ओर अभी देखिए, ആമേൻ, ഈ 3.5 വർഷം കൂടെ നടന്ന ശിഷ്യന്മാർ പോലും ദൂരെ മാറിപ്പോയി. वो जो ये 3.5 साल चला हुआ जो है शिष्य भी जो है चला गया। ആമേൻ, നിന്നെ വിട്ട് പിരിയത്തില്ലെന്ന് പറഞ്ഞവർ വരെ പിരിഞ്ഞു മാറി. तुम्हें छोड़ के नहीं जाएंगे क्योंकि लोग बोला, वो लोग भी छोड़ के चले गए। ആമേൻ, അവനോട് കൂടെ എപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞവർ പോലും അവനെ വിട്ടുമാറി. साथ हमेशा है करके बोले हुए लोग भी जो है चले गए, താൻ മാത്രം ഏകനായി. सिर्फ वे ही वहां पे हैं। ഇന്ന് പകൽക്കാലം ആ ക്രൂശിലേക്ക് ഒന്ന് നോക്കുമ്പോൾ आज सुबह के समय क्रूस की ओर देखने के समय നമ്മുടെ ഏകാന്തത, हमारा जो अकेलापन, ആമേൻ, നമ്മുടെ ദുഃഖം, हमारा दुख, നമ്മുടെ നിരാശകൾ, निराश, നമ്മുടെ വേദനകൾ हमारा जो दर्द, എല്ലാം അലിഞ്ഞു പോകും. ये सब जो है ये सब चला जाएगा, കാരണം ആ വേദന അത്രത്തോളം കാഠിന്യമായിരുന്നു. क्योंकि वो जो दर्द उतना जो है कठिन था। യേശു അനുഭവിച്ച വേദന അത്രത്തോളം കഠിനമായിരുന്നു. यीशु में से रहा हुआ जो दर्द है बहुत कठिन था। ഇന്ന് പകൽക്കാലം നമ്മുടെ ഭാരമെല്ലാം ആ ദൈവസന്നിധിയിൽ ഇറക്കി വെക്കാം. सुबह के समय हमारा बोझ परमेश्वर के चरणों में हम നമ്മുടെ रखेंगे, വേദനകളെ ഒന്ന് ഇറക്കി വെക്കാം. हमारा दर्द को हम रखेंगे। കഴിഞ്ഞ നാളുകളായി നാം ഭാരപ്പെട്ട വിഷയം, हम पिछले दिनों में वो जो है बोझ उठा, നാം വേദനിച്ച വിഷയം, हम दुख हुआ विषय നാം ഇന്ന് പകൽക്കാലം ഒന്ന് ഇറക്കി വെച്ചേ. आज सुबह के समय हम रख देंगे। നമുക്ക് ആശ്വസിക്കുവാൻ ആ ക്രൂശുണ്ട്. हमें जो है आश्वास करने के लिए क्रूस है, നമ്മെ ആശ്വസിപ്പിക്കുവാൻ ഒരു കർത്താവുണ്ട്. हमें जो आश्वास देने के लिए परमेश्वर है, നമ്മുടെ വേദനകളെ ഏറ്റെടുക്കുവാൻ ഒരു കർത്താവുണ്ട്. हमारे दुख को लेने के लिए जो है एक परमेश्वर है, നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്ന കർത്താവ്. हमारे लिए क्रूस पर जो है त्याग किया ഇന്ന് परमेश्वर। പകൽക്കാലം ആ കർത്താവിനെ ഒന്ന് സമർപ്പിക്കാമോ? आज सुबह के समय परमेश्वर को सामने समर्पण करते हैं, കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാമോ? परमेश्वर के हाथों में दे सकते हैं। നമുക്ക് പ്രാർത്ഥിക്കാം. हम प्रार्थना करते हैं। സ്വർഗസ്ഥ പിതാവ്, ഞങ്ങളുടെ നല്ല ദൈവമേ, ये स्वर्गीय पिता हमारे अच्छे ഈ परमेश्वर, നല്ല പകൽ വേളയ്ക്കായി നന്ദി പറയുന്നു. ये अच्छे सुबह के समय के लिए हम प्रार्थना करते हैं, ഒരു ദിവസം കൂടെ ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം. और एक दिन आपने हमें दिया से धन्यवाद देते हैं। ഇന്നത്തെ ദിവസം ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. आज का दिन मनुष्य के हाथों में देते हैं, ഞങ്ങൾ അങ്ങയുടെ ഹിതപ്രകാരം ജീവിപ്പാൻ, आपकी इच्छा के साथ जीने के लिए, അവിടുത്തെ ഇഷ്ടം നിറവേറ്റുവാൻ आपकी इच्छा पूरा करने के लिए അങ്ങ് ഞങ്ങളെ സഹായിക്കുമാറാണ്. सहायता करना। ഇന്ന് പകൽക്കാലം आज सुबह के समय എല്ലാ പ്രിയപ്പെട്ടവരും തിരുകരങ്ങളിലേക്ക് सभी ഏൽപ്പിക്കും. प्रिय लोग को आपके हाथों में समर्पण करते हैं, വചനം ശ്രവിച്ച ഓരോരുത്തരെയും തിരുകരങ്ങളിലേക്ക് ഏൽപ്പിക്കും. सुना सभी लोग को आपके हाथों में समर्पण करते അവിടെ നിന്ന് അഭിഷേകം ചെയ്താട്ടെ, हैं। अभिषेक करिएगा, ബലപ്പെടുത്തിയാട്ടെ. बल दीजिएगा, ഞങ്ങളെയും ബലപ്പെടുത്തിയ കൃപയ്ക്കായി आपके സ്തോത്രം. बल दिया से धन्यवाद देते हैं, പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. प्रार्थना सुनाने से धन्यवाद। യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ, यीशु मसीह के अधिकार भरा हुआ नाम से ആമേൻ. आमीन।